വാതിലിൽ വീണ്ടും വീണ്ടും മുട്ടുന്ന ശബ്ദം കേട്ട് നിറതൂക്കുമായി മുമ്പോട്ട് നീങ്ങി ഗ്രഖർസനോട് പ്രഭു പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, അവർ എൻ്റെ ആളുകളാണ്. ഏ, അങ്ങയുടെ ആളുകളോ? പീറ്റർ പാർക്കർ പ്രഭുവിനെ നോക്കി. അപ്പോൾ പ്രഭു പറഞ്ഞു, അതെ, എന്നെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ, എനിക്ക് സഹായികളായി പ്രവർത്തിക്കുന്നവർ, അവരെ കടത്തിവിടൂ. പ്രഭു പറഞ്ഞത് കേട്ട് പീറ്റർ പാർക്കറും ചങ്ങാതിയും പരസ്പരം നോക്കി. വാതിൽ തുറക്കരുതെന്ന് പീറ്റർ പാർക്കർ ആംഗ്യം കാട്ടി. ഗ്രെഗ് തലയാട്ടി. എന്നിട്ട് പ്രഭുവിന് നേരെ തിരിഞ്ഞു. ക്ഷമിക്കണം കൗണ്ടർ റസ്നോ, തൽക്കാലം താങ്കളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എന്തെന്നാൽ താങ്കളുടെ ആളുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാക്കാനിടയില്ല. അത്രയും പറഞ്ഞിട്ട് ഗ്രെഗ് ഹഡ്സൺ സാവധാനം ബന്ധനസ്ഥനായ പ്രഭുവിൻ്റെ നേർക്ക് നടന്നു. അയാളുടെ കൈകാലുകളുടെ ചലനം, മുഖഭാവം ഇവ സശ്രദ്ധം നിരീക്ഷിക്കുകയായിരുന്നു ഗ്രെഗ്. നടന്ന് പ്രഭുവിൻ്റെ അരികിലെത്തിയ ഗ്രെഗ് ഹഡ്സൺ മന്ദഹാസത്തോടെ പിസ്റ്റളിൻ്റെ ഉരുക്കുകുഴൽ പ്രഭുവിൻ്റെ വലതു ചെവിക്ക് മുകളിൽ ചേർത്ത് വച്ചു. അപ്പോൾ പ്രശാന്തമായ കണ്ണുകളോടെ ഗ്രെഗ് ഹഡ്സനെ നോക്കി പ്രഭു ചോദിച്ചു, നിറയൊഴിക്കാനാണോ? കൗണ്ട് റസ്നോ, താങ്കളുടെ ആളുകൾക്ക് വേണ്ടി ഇനി എൻ്റെ സുഹൃത്ത് വാതിൽ തുറക്കും. പക്ഷേ അവർ എൻ്റെ സുഹൃത്തിൻ്റെ മേൽ ഒരു പോറലേൽപ്പിച്ചാൽ ഞാൻ കാഞ്ചി വലിക്കും. മനസ്സിലായോ? ഗ്രെഗ് പ്രഭുവിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. മിസ്റ്റർ ഗ്രെഗ്സൺ, നിങ്ങൾ എന്നെ ബന്ധിച്ചു എന്നറിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. എന്തെന്നാൽ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും അങ്ങേയറ്റം ബഹുമാനം പുലർത്തുന്നവരാണവർ. പ്രഭു പറഞ്ഞത് കേട്ട് ഗ്രെഗ് ഹഡ്സൺ ആവശ്യപ്പെട്ടു, എങ്കിൽ ആ ബഹുമാനം ഉപയോഗപ്പെടുത്തി അവരോട് ശാന്തരാകാൻ നിർദ്ദേശിക്കൂ. രാജ്യത്തിനോ രാജാവിനോ വേണ്ടി മരിക്കാനും മടിയില്ലാത്ത പ്രഭു കുടുംബങ്ങളുടെ പിന്മുറക്കാരാണവർ. എന്തായാലും ഞാൻ അവരോട് സംസാരിക്കാം. വാതിൽക്കലെ ബഹളങ്ങൾക്ക് മുകളിൽ പ്രഭുവിൻ്റെ ശബ്ദം ഒരലർച്ച പോലെ മുഴങ്ങി. അഹോയ് അഹോയ്! ഇരമ്പി പെയ്ത പെരുമഴ ഒറ്റ നിമിഷം കൊണ്ട് നിലച്ചതുപോലെ അവർക്ക് തോന്നി. പുറത്തിപ്പോൾ ഒരു ശബ്ദവും കേൾക്കാനില്ല. അവർ പ്രഭുവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണെന്ന് ഗ്രെഗ് ഹഡ്സന് തോന്നി. അപ്പോൾ ഹംഗേറിയൻ ഭാഷയുടെ ചായ്വുള്ള ഏതോ പ്രാചീന ഭാഷയിൽ പ്രഭു സംസാരിച്ചു തുടങ്ങി. ചില റൊമാനിയൻ പദങ്ങളും പ്രഭുക്കന്മാരുടെയും ദൈവങ്ങളുടെയും പേരുകളും സംസാരത്തിൽ കടന്നു വരുന്നുണ്ടെന്ന് ഹംഗേറിയൻ ഭാഷാപരിചയമുള്ള ഗ്രെഗ് ഹഡ്സന് മനസ്സിലായി. ഏതാണ്ട് 10 മിനിറ്റ് നീണ്ട ഉറക്കെയുള്ള സംഭാഷണത്തിന് ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രഭുവിൻ്റെ ആജ്ഞകളെല്ലാം അവർ അനുസരിക്കുകയായിരുന്നു. ആ സംഭാഷണം അവസാനിച്ചപ്പോൾ പ്രഭു പറഞ്ഞു, അവർ ആക്രമിക്കില്ല, വാതിൽ തുറന്നോളൂ. പീറ്റർ പാർക്കർ സുഹൃത്തിനെ നോക്കി. ധൈര്യമായി തുറന്നോളൂ എന്ന് ഗ്രെഗ് ഹഡ്സൺ ആംഗ്യം കാട്ടി. ഗ്രെഗ് അപ്പോഴും പ്രഭുവിൻ്റെ തലയ്ക്ക് സമീപത്തു നിന്നും തോക്ക് മാറ്റിയിരുന്നില്ല. പീറ്റർ പാർക്കർ ശ്രദ്ധയോടെ വാതിൽ തുറന്നിട്ട് വാതിൽ പാളിക്ക് മറഞ്ഞ് ഭിത്തിയോട് ചേർന്ന് കരുതലോടെ നിലകൊണ്ടു. തുറന്നിട്ട വാതിൽ 20-ലധികം മുഖങ്ങൾ പ്രത്യക്ഷമായി. അവരുടെ കൈവശം തോക്കുകളും മറ്റായുധങ്ങളും ഉണ്ടായിരുന്നു. റൊമാനിയൻ താഴ്വരകളുടെ പ്രകൃതിദത്തമായ സംശുദ്ധി പ്രസരിക്കുന്ന മുഖങ്ങളായിരുന്നു ഓരോന്നും. പൂർവ്വകാല ഊർജവും പാരമ്പര്യത്തിൻ്റെ സ്ഫുരണങ്ങളും ഓരോ മുഖത്തും പ്രകടമായിരുന്നു. അവർ ധീരരും കുലീനരും കരുത്തരുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകുമായിരുന്നു. ഇവരെല്ലാം റൊമാനിയൻ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പരമ്പരയിൽപ്പെട്ടവരാണ്, എൻ്റെ അടുത്ത ബന്ധുക്കൾ, പ്രഭു പറഞ്ഞു. പ്രഭുവിനെയും തോക്കു ചൂണ്ടി നിൽക്കുന്ന ഗ്രെഗ് ഹഡ്സനെയും അവർ മാറി മാറി നോക്കി. വാതിൽപ്പാളിക്ക് മറഞ്ഞു നിന്ന പീറ്ററുടെ രൂപം അവരുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. അടുത്ത നിമിഷം നിസ്സഹായരായ ഒരു കുട്ടികളെപ്പോലെ അവർ കൗണ്ട് റസ്നോവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്നു, ചിലർ കൈകളിൽ ചുംബിച്ചു. പ്രഭുവിൻ്റെ അവസ്ഥയിൽ അവർ അങ്ങേയറ്റം വേദനിക്കുന്നുണ്ട് എന്ന് ഗ്രെഗ് ഹഡ്സന് തോന്നി. അവർക്കിടയിൽ ആ 1-2 മുഖങ്ങൾ അയാൾ വളരെ വേഗം തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ഹെർമൻ, മിസ്റ്റർ ലാരിയൻ, ഹെൻറി, നിങ്ങളും ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണോ? ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു. അതെ മിസ്റ്റർ ഗ്രെഗ്, ഈ താഴ്വര ഞങ്ങളുടെ സ്വന്തമാണ്. ഇതിലേക്ക് കടക്കുന്നവരെ നിരീക്ഷിക്കാൻ ഇദ്ദേഹം ഓരോ സ്ഥലത്തും ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ നിങ്ങളുടെ യാത്രയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നു. മിസ്റ്റർ പാർക്കർ അത് പറഞ്ഞു തീരും മുമ്പ് കുതിരവണ്ടിക്കാരൻ ലാരിയൻ സംസാരിച്ചു തുടങ്ങി. ഞാനും ചങ്ങാതി ഹെൻറിയും വിവരങ്ങൾ അറിയാൻ കുതിരക്കാരായി സദാ ഈ താഴ്വരയിലുണ്ടാകും. ഞങ്ങളെല്ലാം ഈ വലിയ മനുഷ്യൻ്റെ ബന്ധുക്കളാണ്.
റൊമാനിയൻ പ്രഭു കുടുംബങ്ങളുടെ മഹത്തായ പാരമ്പര്യവും അന്തസ്സും നിലനിർത്തി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ പ്രഭു സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ ലോകം ചതിയും വഞ്ചനയും നിറഞ്ഞതാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല, ആരോടും കടപ്പാടില്ല. ഒരു തെറ്റും ചെയ്യാത്തവരെ ദ്രോഹിക്കുന്നത് നഗരവാസികളായ നിങ്ങളുടെ വിനോദമാണ്. നിങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടു കൂടി ഈ താഴ്വരയിൽ സമാധാനമായി ജീവിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടേക്കുള്ള കടന്നുകയറ്റക്കാരെ ഭയപ്പെടുത്തി നിർത്തിയത്. അതിന് മറ്റൊരു കാരണവുമുണ്ട്. കൗണ്ട് റസ്നോ, ഇത്ര സമയം നിങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലായി. പക്ഷേ എന്താണ് ആ മറ്റൊരു കാരണം? അതുകൂടി വിശദീകരിക്കൂ, ഗ്രെഗ് ഹഡ്സൺ ആവശ്യപ്പെട്ടു. പറയാം. അതാണ് ഡ്രാക്കുളയുടെ നിധി. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അപൂർവ സമ്പത്ത്. പേർഷ്യൻ പ്രഭുക്കന്മാരുടെ കാലം മുതൽ കൈമാറി കൈമാറി വന്ന ഞങ്ങളുടെ പൂർവ്വ സമ്പത്ത്. സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ, അതിവിടെയുണ്ട്. അതിൽ മറ്റൊരാളും സ്പർശിക്കരുത്. അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ഭീകര നാടകമാടിയത്. പ്രഭു പറഞ്ഞു നിർത്തിയപ്പോൾ പീറ്റർ പാർക്കർ ചോദിച്ചു, ഡ്രാക്കുളയുടെ നിധി എവിടെയാണത്?